എല്ലാവർക്കും നമസ്കാരം. ഉത്രാടം നാളിൻ്റെ അവസാനത്തെ 3 പാദങ്ങൾ തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യത്തെ 2 പാദങ്ങൾ അടങ്ങിയിട്ടുള്ള മകരക്കൂറിൽ ജനിച്ചവരുടെ 2026 പുതുവർഷ ഫലങ്ങളെ നോക്കാം. മകരക്കൂറുകാർക്ക് 3-ാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുന്നതിനാൽ കരിയറിൽ വലിയ കുതിച്ചുചാട്ടം ഉണ്ടാകുമോ എന്നും, ജൂണിലെ വ്യാഴമാറ്റം വിവാഹം പോലെയുള്ള മംഗളകാര്യങ്ങൾക്ക് അനുകൂലമാണോ എന്ന് തുടങ്ങി പല കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് വിശദമായി പരിശോധിക്കാം. ശനി 3-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ എന്തിനേയും നേരിടാനുള്ള ആത്മവിശ്വാസം കൈവരും. തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം വിജയം നേടാൻ സാധിക്കും. സഹോദരങ്ങളിൽ നിന്നും അയൽക്കാരിൽ നിന്നും സഹായങ്ങൾ ലഭിക്കും. ജൂൺ 1 വരെ 6-ൽ വ്യാഴം സഞ്ചരിക്കുന്നതിനാൽ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുദോഷവും ഉണ്ടാകും. പക്ഷേ ജൂൺ 2-ന് വ്യാഴം 7-ാം ഭാവത്തിലേക്ക് മാറുന്നത് 2026-ലെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. ഉച്ചവ്യാഴം ജന്മരാശിയെ നേരിട്ട് നോക്കുന്നത് കൊണ്ട് സർവ്വ ഐശ്വര്യങ്ങളും നിങ്ങളെ തേടി വരും. പക്ഷേ വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ മാത്രം കുറച്ച് ശ്രദ്ധിക്കണം. കാരണം ഈ സമയത്ത് ജോലിസ്ഥലത്ത് എതിർപ്പുകളുണ്ടാകും. രോഗങ്ങൾ വരാനും സാധ്യതയുള്ള സമയമാണിത്. ജൂൺ 2 മുതൽ വിവാഹം വൈകി നിൽക്കുന്നവർക്ക് നല്ല ആലോചനകൾ വരും. സമൂഹത്തിൽ ബഹുമാനം അധികരിക്കും. മനസ്സിന് ശാന്തിയും സമാധാനവും ലഭിക്കും. ഡിസംബർ 5 വരെ രാഹു 2-ാം ഭാവത്തിലും കേതു 8-ാം ഭാവത്തിലും നിൽക്കുന്നതിനാൽ കുടുംബത്തിലുള്ളവരോട് വാക്ക് തർക്കങ്ങളുണ്ടാകും. വരുമാനം വരുമെങ്കിലും അത് കയ്യിൽ നിൽക്കാതെ ചിലവായി പോകും. സമയത്ത് ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ടാകും. പെട്ടെന്നുള്ള ചില തടസ്സങ്ങളും പൈൽസ് പോലെയുള്ള ആരോഗ്യ പ്രശ്നങ്ങളും വന്നുപോകും. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം 7 ശനി അവസാനിച്ചതിനാൽ നിങ്ങളുടെ ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും പഴയതിനേക്കാൾ ഇരട്ടിയായി വർദ്ധിക്കുന്നതാണ്. 3-ലെ ശനിയും ജൂണിൽ 7-ാം ഭാവത്തിലേക്ക് വരുന്ന വ്യാഴവും നിങ്ങളെ വിജയത്തിലേക്ക് നയിക്കും. ഇതുവരെ ഉണ്ടായിരുന്ന പേടിയും മടിയും മാറി ജയിക്കാൻ പറ്റുമെന്ന ആത്മവിശ്വാസം കൈവരും. നീറ്റ്, PSC, സിവിൽ സർവീസ് തുടങ്ങിയ പരീക്ഷകളിലെല്ലാം വിജയം നേടാനുള്ള സാധ്യത അധികരിക്കും. ജോലി സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ച് നോക്കുമ്പോൾ ജോലിയിൽ നിങ്ങൾ എന്ത് പുതിയ കാര്യം ചെയ്താലും അത് വിജയിക്കും. പക്ഷേ ജൂൺ മാസം വരെ 6-ൽ വ്യാഴം സഞ്ചരിക്കുന്നതിനാൽ സഹപ്രവർത്തകർ ചെറിയ രീതിയിൽ പാര വയ്ക്കാൻ നോക്കുമെങ്കിലും 3-ലെ ശനി അത് തകർക്കും. ജൂൺ മാസം മുതൽ പ്രമോഷൻ, ശമ്പള വർധനവ്, വിദേശത്ത് പോകാനുള്ള അവസരം എന്നിവ ലഭിക്കും. സ്വന്തമായി ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ജൂൺ മാസത്തിന് ശേഷം സമയം അനുകൂലമാണ്. സാമ്പത്തികപരമായി 2026 നല്ല വർഷം തന്നെയാണ്. 2-ലെ രാഹു പണം കൊണ്ടുവരും. ഷെയർ മാർക്കറ്റ്, കമ്മീഷൻ പരിപാടികൾ എന്നിവയിൽ നിന്ന് ലാഭം ലഭിക്കും. പക്ഷേ ആ രാഹു തന്നെ ആ പണം അനാവശ്യ കാര്യങ്ങൾക്കായി ചിലവാക്കിക്കാനും ശ്രമിക്കും. അതേസമയം 3-ലെ ശനി സ്വന്തം പ്രയത്നത്തിലൂടെ പണമുണ്ടാക്കാൻ സഹായിക്കും. ജൂൺ മുതൽ വ്യാഴവും അനുകൂലമായി വരുന്നതോടെ ധനലാഭം അധികരിക്കും. കുടുംബജീവിതത്തിൽ 2-ലെ രാഹു വില്ലനാണ്. വീട്ടിൽ സംസാരിക്കുമ്പോൾ ദേഷ്യം നിയന്ത്രിക്കണം. ചെറിയ തമാശകൾ പോലും വലിയ വഴക്കിൽ കലാശിക്കും. പക്ഷേ ജൂൺ 2-ന് വ്യാഴം രാശി മാറുന്നതോടെ എല്ലാം ശാന്തമാകും. ദമ്പതികൾക്കിടയിൽ സ്നേഹം വർദ്ധിക്കും. പ്രണയിക്കുന്നവർക്ക് വീട്ടുകാരുടെ സമ്മതം ലഭിക്കും. വിവാഹമോചനം വരെ എത്തിയ കേസുകൾ ഒത്തുതീർപ്പിലാകും. ആരോഗ്യപരമായ കാര്യങ്ങളെക്കുറിച്ച് നോക്കുമ്പോൾ 8-ൽ കേതു നിൽക്കുന്നത് കൊണ്ട് അലർജി, ഫുഡ് പോയ്സൺ എന്നിവ വരാനുള്ള സാധ്യതയുണ്ട്. വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധ വേണം. കണ്ണിനും പല്ലിനും അസുഖങ്ങളുണ്ടാകും. ഇനി നക്ഷത്രഫലങ്ങളിലേക്ക് കടക്കാം. ഉത്രാടം നാളുകാർക്ക് സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കും. ജൂൺ മുതൽ സാമ്പത്തിക നേട്ടം അധികരിക്കും. തിരുവോണം നാളുകാർക്ക് മാനസിക സമ്മർദ്ദം കുറയും. പുതിയ വാഹനം വാങ്ങാൻ യോഗമുണ്ടാകും. അവിട്ടം നാളുകാർക്ക് ഭൂമി സംബന്ധമായ കാര്യങ്ങളിൽ നിന്ന് ലാഭമുണ്ടാകും. സഹോദരങ്ങളുടെ സഹായം ലഭിക്കും. ഇനി പരിഹാരങ്ങളെക്കുറിച്ച് നോക്കാം. കേതുദോഷം മാറാൻ ജന്മനക്ഷത്ര ദിവസം ഗണപതി ഹോമം നടത്തുക. രാഹുദോഷം മാറാൻ ചൊവ്വ, വെള്ളി ദിവസങ്ങളിൽ ദേവീക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക. ഏറ്റവും വലിയ പരിഹാരം മൗനമാണ്. ദേഷ്യം വരുമ്പോൾ മിണ്ടാതിരിക്കുക. മൊത്തത്തിൽ നോക്കുമ്പോൾ 2026 മകരക്കൂറുകാർക്ക് തിരിച്ചുവരവിൻ്റെ വർഷമാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി നിങ്ങൾ അനുഭവിച്ച കഷ്ടപ്പാടുകൾക്ക് ഈ വർഷം ശനി പരിഹാരം തരുമെന്ന് മാത്രമല്ല, ജൂൺ മാസം മുതൽ ഉച്ചവ്യാഴം നിങ്ങളെ കൈപിടിച്ചുയർത്തുന്നതുമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.